വെൽക്കം ബാക്ക് ടു ഡിപ്ലൈ ഹാപ്പിനെസ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് നമ്മളുടെ ഒരു 40, 45, 50 ഒക്കെ ഇയേഴ്സ് ആകുമ്പോൾ നമ്മളെങ്ങനെയുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്, നമ്മളെ ഇൻടേക്ക്. അതായത് നമ്മൾ ആസ് യൂഷ്വലി നമ്മൾ യങ് ആയിരുന്ന സമയത്ത് നമ്മളൊക്കെ പല സാധനങ്ങളും നമ്മൾ ഒന്നിന് പിറകെ ഒന്നിനായി കഴിക്കുന്നത് പോലെ കഴിക്കേണ്ട കാര്യമുണ്ടോ, അത് കഴിച്ചുകൊണ്ട് വല്ല പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. അതായത് നമ്മൾ ഒരു ഏജ് കഴിയും തോറും നമ്മളുടെ ഭക്ഷണത്തോടുള്ള ഭ്രമം നമ്മളുടെ കുറച്ച് കൊണ്ട് വരണം. അതായത് ഇപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. ഒരു സാറ്റർഡേ സൺഡേ ആയാലും പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, ഇപ്പോൾ ഫാമിലി ആയിട്ടും അങ്ങനെയൊക്കെ ഒരു ചിട്ടകളിലേക്ക് മാറുകയാണ്. അപ്പോൾ അവിടെ നല്ല കുറേ അവർ പുറത്തുനിന്നുള്ള ആളുകൾ അവർ ഉണ്ടാക്കുന്ന നല്ല ഡെലീഷ്യസ് ആയ ഫുഡ്, അത് നല്ല രുചിയിൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ പലതരം കാര്യങ്ങളൊക്കെ അതിൽ ചേർക്കും. നമ്മളത് പൈസ കൊടുത്ത് അത് കഴിക്കും. മിക്കവാറും നൈറ്റ് ടൈമിലായിരിക്കും ഹോട്ടലിൽ ഒക്കെ ആളുകൾ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്കല്ല, ലഞ്ചല്ല. കാരണം ആഫ്റ്റർനൂൺ ആയിട്ട് അവർ പുറത്തിറങ്ങും, കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിയും, അതേപോലെ ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും. അപ്പോൾ നമ്മൾ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കുക. അത് വേറൊരാളുടെ കമ്പൽഷൻ, അതായത് സമ്മതം നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെറുപ്പത്തിൽ നന്നായിട്ട് ടോഫീസൊക്കെ കഴിച്ചിട്ടുണ്ടാകും, എല്ലാവരും കഴിക്കും. പക്ഷേ ഒരു 40, 45, 50 ഒക്കെ ഇയേഴ്സായ നമ്മൾ ആ ടോഫിയൊക്കെ ഒന്ന് നിർത്തുക. കിട്ടാൻ സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ അത് കഴിക്കാതിരിക്കുക, അത് നല്ലതാണ്. പിന്നെ നന്നായിട്ട് നടക്കാൻ നമ്മൾ ശ്രമിക്കുക. എന്ത് ഭക്ഷണം കഴിക്കണേൽ നമ്മൾ നടക്കാനുള്ള ആ ഒരു എക്സസൈസ്, നടക്കുക എന്നുള്ളത് ശീലമാക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കുറേയൊക്കെ കലോറി ബേൺ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമ്മളുടെ നല്ലൊരു കാര്യമാണ് നടക്കൽ. അപ്പോൾ നമ്മൾ അത് ഇഷ്ടപ്പെടുക, നടക്കുക, നടത്തം, അത് ഞാൻ ഇഷ്ടപ്പെട്ട് നടക്കുന്നു, അത് ചെയ്യുക. പിന്നെ ചില ആളുകളുണ്ട് ആൽക്കഹോളൊക്കെ കഴിക്കും. അപ്പോൾ ഡോണ്ട് ഡ്രിങ്ക് ആൽക്കഹോൾ, അത് നിർത്തണം. അവനാൻ തന്നെ തീരുമാനിക്കുക, ഞാനിനി ആൽക്കഹോൾ കഴിക്കുന്നില്ലെന്ന്. ഇപ്പോൾ ഒരു ട്രെൻഡാണ്, എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജെൻസ് ആണെങ്കിൽ അത് നിർത്താൻ ശ്രമിക്കുക. ലേഡീസ് അധികം കഴിക്കുന്നില്ല എന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അതേപോലെ സ്മോക്കിംഗ് ഉള്ള ആളുകളാണെങ്കിൽ അത് നിർത്തുക. സ്മോക്കിങ്ങും വളരെ ഇഞ്ചുറിയസ് ടു അവർ ഹെൽത്താണ്. അപ്പോൾ നമ്മളത് നിർത്തുക. അതൊക്കെ നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ നല്ല കാര്യങ്ങളാണ്. നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ആക്റ്റീവാകും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ട്രൈ ടു ഈറ്റ് മോർ വെജിറ്റബിൾസ്, അതാണ് നല്ലത്. വെജി ഫുഡ്, അത് ഈ നോൺ വെജ് കഴിക്കുന്നതിലും ഈസി ആയിട്ട് ഡൈജഷനും ഉണ്ടാവും, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ പല രീതിയിലുള്ള പ്രിപ്പറേഷൻ നമ്മൾ നോൺ വെജിൽ കാണുന്നുണ്ടല്ലോ, അതൊക്കെ വളരെ അൺഹെൽത്തി ആണെന്ന് തന്നെ പറയാം. അതൊന്നും കഴിക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ കളർഫുൾ വെജിറ്റബിൾസ് കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനത്തെ ചീര, അതങ്ങനെ ലീഫി വെജിറ്റബിൾസും കളർഫുൾ വെജിറ്റബിൾസും നമുക്ക് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുതിയതായിട്ടുള്ള ചിയാ സീഡ്, അതൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ഇനി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്ന ആളുകൾ, അത് പുറത്ത് ഒക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ ഈ ഫിഷെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് ചെറിയ ബോക്സ് ടിന്നുകളിലായിട്ട് വരുന്നത് അവരുടെ സൗകര്യത്തിന് അതൊന്നും നല്ല, കഴിയുന്നതും കഴിക്കാതിരിക്കുക പ്രോസസ്ഡ് ഫുഡ്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു കീറ്റോ ഡയറ്റ് എന്ന് പറയണ്ട, വെജിറ്റബിൾ യൂസ് ചെയ്തിട്ട് കീറ്റോ ഡയറ്റ് ചെയ്യാം. ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഒരു 6 മണിക്ക് കഴിച്ചിട്ട് ഒരു 10 മണി, പിറ്റേ ദിവസം 10 മണിയോടുകൂടെ നമ്മൾ വെജിറ്റബിൾ സൂപ്പൊക്കെ കുടിക്കുക, വെജിറ്റബിൾ സാലഡ്സ് കഴിക്കുക, അങ്ങനെ കീറ്റോ ഡയറ്റ് ചെയ്യുക. ഇപ്പോൾ കീറ്റോ ഡയറ്റിൽ ചിലവരിപ്പോൾ ഫിഷ് തന്നെ കഴിക്കുന്നു, മീറ്റ് തന്നെ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കീറ്റോ ഡയറ്റ് നമുക്കൊരു ലോങ് ഫാസ്റ്റിംഗ് നല്ലതാണ്, അത് ഏത് തരത്തിലായാലും. അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. വെജിറ്റബിൾസ് എടുത്തുകൊണ്ട് നമുക്ക് ഒരു ലോങ് ഫാസ്റ്റിംഗ് എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി വെയിലൊക്കെ ഒന്ന് കൊള്ളുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ചില ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതെല്ലാം ജ്യൂസാക്കി കഴിക്കാതെ, ജ്യൂസാകുമ്പോൾ അതിൽ ഷുഗറെല്ലാം ആഡ് ചെയ്ത് നമ്മളുടെ ഇത് കൂടുകയാണ്, പഞ്ചസാരയുടെ അളവ് കൂടുകയാണ്. അത് വേണ്ട, അത് കട്ട് ചെയ്ത് കഴിക്കുക. ഇപ്പോൾ മാംഗോയുടെ സീസണായ മാംഗോ കഴിക്കുക, അങ്ങനത്തെ നമുക്ക് അവൈലബിൾ ആയിട്ട് ചീപ്പായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം എപ്പോഴും കയ്യിലുണ്ട്. ഒരു 2 ലിറ്റർ വെള്ളമൊക്കെ, അല്ലെങ്കിൽ 1.5 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ ഒരു ദിവസം
ഈ ചൂടിന് കണക്കാക്കിയിട്ടും നമ്മൾ അത് കഴിക്കാൻ ശ്രമിക്കുക, അത് നല്ലതാണ്. പിന്നെ നമ്മൾ തന്നെ നമ്മളുടെ ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. വെജ് അത് കഴിക്കുക, അതാണ് നമ്മളുടെ പ്രധാനം. പിന്നെ നമ്മൾ കഴിക്കേണ്ട മെഡിസിനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കൃത്യസമയത്ത് ആ മെഡിസിൻ എല്ലാം കഴിക്കുക, മെഡിക്കൽ ചെക്കപ്പൊക്കെ ചെയ്യുക. പിന്നെ പ്രധാന ഒരു കാര്യം ഞാൻ പറയാം, യു ലവ് യുവർ സെൽഫ്. ഐ ലവ് മൈ സെൽഫ്, അതേപോലെ തന്നെ യു ലവ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സമയം കിട്ടും, നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റും, നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ട് ഓവർ വെയ്റ്റ് കൂട്ടാതെ നമ്മളുടെ ഭക്ഷണം നമ്മൾ കലോറി നോക്കി കഴിച്ച് ആക്റ്റീവ് ആവാൻ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് വളരെ ആക്റ്റീവായി. അത് 40, 50, 60, 70, 80 വയസ്സ് വരെയൊക്കെ ഇപ്പോൾ ആയുസ്സുണ്ട്. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ കുറേ ഭക്ഷണം വാരി വലിച്ച് തിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 3 ഇരട്ടിയൊക്കെ ഭക്ഷണം കഴിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഹാനികരമാവുന്ന രീതിയിൽ കഴിക്കാതെ ആവശ്യത്തിന് മാത്രം നമ്മളുടെ എല്ലിൻ്റെയും കണ്ണിൻ്റെയും എല്ലാ പല്ലിൻ്റെയും എല്ലാ ആരോഗ്യം കണക്കിലെടുത്ത് വളരെ കുറച്ച് ഭക്ഷണം നമ്മൾ കഴിക്കുന്നതാണ് എപ്പോഴും. അതേപോലെ തന്നെ ഫാസ്റ്റിങ്ങും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണ്. ഫാസ്റ്റിംഗ് എടുത്തിട്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളെല്ലാം വളരെ കുറച്ച് യൂസ് ചെയ്യുക, അധികം യൂസ് ചെയ്യേണ്ട. അതും മോസ്റ്റ് ഓഫ് ദം ട്രൈ ടു യൂസ് വെജിറ്റബിൾസ്. അതാണ് നമ്മൾക്ക് ശരീരത്തിന് ഏറ്റവും നല്ലത്. വെജിറ്റബിൾസ് നമ്മൾ സ്വന്തം കൃഷി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതും നല്ലതാണ്. ചീര അങ്ങനത്തെ കാര്യങ്ങളും പച്ചമുളക് അതൊക്കെ നമ്മളുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിലൊക്കെ ഉപ്പ് വെള്ളത്തിലും വിനെഗറിലൊക്കെ ഇട്ട് കഴിക്കുക, കളർഫുൾ വെജിറ്റബിൾസ് കഴിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആക്റ്റീവായിട്ട് ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു.